നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കായി കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവ ഉപയോഗിക്കാനും ഇൻ്റർനെറ്റിലൂടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരതയുടെ മാനദണ്ഡമായി കരുതുന്നത്. അതാകട്ടെ ഇപ്പോഴും ലോകത്ത് ചെറിയൊരു ശതമാനത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ 38% കുടുംബങ്ങൾ മാത്രമാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് കേരളം കയ്യെത്തിപ്പിടിച്ച നേട്ടത്തിൻ്റെ വലിപ്പം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കാവുക. മഹത്തരമായ ഈ നേട്ടം നമ്മുടെ രാജ്യത്തിനാകെ മാതൃക കാട്ടുന്നു എന്നത് എത്ര സത്യസന്ധമായ കാര്യമാണ് എന്നും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നേട്ടം കൈവരിക്കുന്നതിനായി ശ്രമകരമായ പ്രവർത്തനമാണ് കേരളം നടത്തിയത്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 83 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയുള്ള സർവേ, അതിനെ തുടർന്ന് 22 ലക്ഷത്തോളം പേരെ പഠിതാക്കളായി കണ്ടെത്തുന്നു. 21,88,398 പേർ. അതിൽ മൂല്യനിർണ്ണയത്തിൽ വിജയിക്കുന്നത് 21,87,667 പഠിതാക്കൾ. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചു 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള 15,223 പേർ. ആ കൂട്ടത്തിൽ വയോധികനായ മൗലവി സാഹേബുമായി സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടുകഴിഞ്ഞതാണ്. 75 മേലെ 90-നും ഇടയിൽ പ്രായമുള്ള 1,35,668 പേരാണ് ഇപ്പോൾ ഇതിൽ അർഹത നേടിയത്. ആ കൂട്ടത്തിൽ 2 പേരാണ് 75 വയസ്സ് പിന്നിട്ടവരാണ്. ഇവിടെ സ്റ്റേജിൽ വന്ന് എല്ലാവരുടെയും കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന കാഴ്ചയും നാം കണ്ടത്. ഇവിടെ സർവേയും പരിശീലനവും നടത്തുന്നതിന് വേണ്ടി 2,57,048 വളണ്ടിയർമാർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതിൽ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, +2 വിദ്യാർത്ഥികളുണ്ട്. അതിൻ്റെ ഭാഗമായി NSS, NCC, NYK, സന്നദ്ധ സേനാ വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, സാക്ഷരതാ മിഷൻ പ്രേരക്മാർ, SC/ST പ്രൊമോട്ടർമാർ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ,
ലൈബ്രറി കൗൺസിൽ അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ, ഇങ്ങനെ വലിയൊരു വിഭാഗം ജനത ഇതിൽ പങ്കാളികളായി. എല്ലാവരെയും കേരളത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച യുവതലമുറ, ആ യുവതലമുറയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച് ഒന്നുകൂടി പറയാതിരിക്കാനാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ യുവതി യുവാക്കളുടെ പ്രതിബദ്ധതയാർന്ന പ്രവർത്തനം ഇല്ലായിരുന്നെങ്കിൽ ഈ നേട്ടം ഒരിക്കലും യാഥാർത്ഥ്യമാകുമായിരുന്നില്ല എന്നതാണ്. യുവജനങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടൽ ഈ പദ്ധതിയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്വന്തം വീടുകളിലും അയൽപക്കങ്ങളിലും സാങ്കേതിക വിദ്യയിൽ പിന്നോട്ട് നിൽക്കുന്നവരെ കണ്ടുപിടിച്ച് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ അവർ സമയം കണ്ടെത്തി. ഇതിലെല്ലാമുള്ള പ്രത്യേകത, യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സമൂഹത്തിനായി അവർ ചെയ്ത സേവനം തീർച്ചയായും പ്രശംസ അർഹിക്കുന്നു. കേരളത്തിൻ്റെ യുവശക്തിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണിത്. പല ഘട്ടത്തിൽ നമ്മുടെ നാട് അത് അനുഭവിച്ചിട്ടുള്ളതാണ്.